ഈ ആഴ്ചത്തെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 11 വരെ. John 15 verses 1 to 11. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാണ്. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കാൻ ചെത്തിവെച്ചുകൊണ്ടിരുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനനിമിത്തം നിങ്ങൾക്കിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്ത പോലെ എന്നിൽ വസിച്ചിട്ടില്ലാതെ നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിൽ വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് ചെയ്യുന്നു. അത് വെന്ത് നിങ്ങളെല്ലാം എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഭക്ഷിക്കുന്ന എന്തെങ്കിലും അപേക്ഷിക്കുകയും അത് നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് ബന്ധപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ച് എൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പന പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങൾ ഇരിക്കാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ദൈവമായ കർത്താവേ, നിങ്ങളുടെ വചനമായ ഞങ്ങൾ സന്നിധിയിരിക്കുന്നു കർത്താവേ. എൻ്റെ കൂടെ ഇരിക്കുന്ന കർത്താവേ, ഇവിടെ പ്രവർത്തിക്കുവാൻ സഹായിക്കുന്ന കർത്താവേ, വായിലൂടെ കൂടെ ഇരിക്കുന്ന പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുവിനാൽ യാചിക്കുന്നു. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ പറയുന്നത് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു എന്നാണ്. കുറച്ച് കാര്യം മാത്രം, ഒരുപാടുള്ളത് 11 വാക്യങ്ങളുണ്ട്. കുറച്ച് കാര്യം മാത്രം ടച്ച് ചെയ്ത് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ പറയുന്നത് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. പിന്നീട് പറയുന്നത് എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ വസിക്കണം. പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം അതിന് കുറച്ച് മുമ്പായിട്ട് 13-ാം അധ്യായത്തിൽ 34-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും പറയും. ഇവിടെ സ്നേഹത്തെക്കുറിച്ച് കർത്താവ് പറയുന്ന സന്ദർഭം എന്താണെന്ന് വെച്ചാൽ ശിഷ്യന്മാരിടയിൽ ഒരു തർക്കം നടക്കുകയാണ്. ആരാണ് വലിയവരെന്നുള്ള തർക്കം. ആ സമയത്ത് കർത്താവ് അവരുടെ അടുത്തേക്ക് വന്നിട്ട് നിലത്തിൽ നിന്ന് അവരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവരോട് പറയുന്ന വാക്കാണ്, ആരും വലിയവനോ ചെറിയവനൊന്നുമില്ല, എല്ലാവരും ഒന്നാകും. നിങ്ങൾ ഒരുപോലെ എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നതാണ് കർത്താവ്. അതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കരുതെന്നാണ്. അതിനുശേഷം നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുവാൻ ഇല്ല. ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ തിരുത്തുവാനുള്ളത്. കർത്താവ് പറയുന്ന ലോകത്തിൽ എൻ്റെ ശിഷ്യന്മാരെന്ന് അറിയപ്പെടണമെങ്കിൽ, ശിഷ്യത്വത്തിൻ്റെ പാതയിൽ നയിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുക. അതിനുശേഷം 14-ാം അധ്യായത്തിൽ പറയുകയാണ്, അങ്ങനെയൊക്കെ വസിച്ചാൽ ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു ഇടം ഒരുക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന് കർത്താവ് പറയുന്നു. പിന്നീട് 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കർത്താവ് പറയുന്നത് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 7 I am sayings ആണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രസ്താവനയാണ് I am the true vine. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. പഴയ നിയമത്തിൽ ഇസ്രായേൽ 2-ാം അധ്യായം 21 വരെയുള്ള വാക്യങ്ങൾ, യെഹെസ്കേൽ 15 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, സങ്കീർത്തനം 80-ാം അധ്യായം 8 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഇവിടെയെല്ലാം ദൈവജനത്തെ മുന്തിരിവള്ളിയായും മുന്തിരിത്തോട്ടമായും ഉപമിച്ചിട്ടുള്ള വ്യാഖ്യാനം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നിർണായകമായ
രസകരമായ ഒരു കാര്യം വീക്ഷണം എന്നാൽ എപ്പോഴൊക്കെ ഇസ്രായേലിലെ മുന്തിരിവള്ളിയായോ മുന്തിരിത്തോട്ടമായോ അനുബന്ധമായി പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ അനുബന്ധമായി ഇസ്രായേലിന് വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും പറയുന്നത് കാണാൻ സാധിക്കും. കാരണം ഇസ്രായേൽ ശരിയായ ഫലം പുറപ്പെടുവിക്കുന്നില്ല. ഇസ്രായേലിന്റെ സാക്ഷാൽ മെസ്സിഹ അവരുടെ മധ്യേ വന്നിരുന്നില്ല. മാത്രമല്ല ഇസ്രായേൽ സാക്ഷാൽ ഫലം പുറപ്പെടുകയും ചെയ്യാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മധ്യേ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാക്ഷാൽ ഫലം ആയിപ്പാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, കർത്താവ് യേശുക്രിസ്തു ആകുന്നു ട്രൂ വൈൻ, ജെന്യുവിൻ വൈൻ. ഒരുപാട് അപൂർണത മധ്യേ പൂർണ്ണതയാണ് ക്രിസ്തു യേശു. നാം എല്ലാവരും കർത്താവ് യേശുക്രിസ്തുവിനെ പൂർണ്ണമായി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. മുന്തിരിവള്ളിയെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് മുന്തിരിവള്ളി നിങ്ങളുടെ വിളിയുടെ പൂർത്തീകരണമായില്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ പൂർണ്ണമായ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ഫലം കായ്ക്കുവാൻ സാധിക്കും. ഇവിടെ മുന്തിരിവള്ളിയെക്കുറിച്ച് പറയുന്നത്, മുന്തിരിവള്ളി പ്രത്യേകത എന്താണ്? മുന്തിരിവള്ളി വസിച്ചിട്ടില്ലാതെ കൊമ്പുകൾക്ക് ഫലം കായ്ക്കാൻ സാധിക്കുകയില്ല. അവിടെ പറയുന്നത് ഒരു അബൈൻഡിങ് റിലേഷൻഷിപ്പാണ്, ഒരു അബൈൻഡിങ് എക്സ്പീരിയൻസ് ആണ്, മ്യൂച്വൽ എക്സ്പീരിയൻസ്. ഇവിടെ നമ്മൾ ദൈവത്തോട് ചേർന്ന് നടക്കണം എന്ന് പറയുന്നു. ഞാനും നീയും ഒന്നാണെന്ന പോലെ ഇവരും നമ്മിൽ ഒന്നാകണമെന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. അതിന് അവർ എന്നിൽ വസിക്കണം. നമുക്ക് കർത്താവിൽ വസിക്കുവാനായിട്ട് കർത്താവിനോട് കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കണമെന്നാണ് പറയുന്നത്. ഇവിടെ ഒരാളുടെ ഒരു സാക്ഷ്യം ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹം തൻ്റെ അനുഭവ സാക്ഷ്യം പറയുന്നത്, ഞാൻ ആത്മീയമായ കാര്യങ്ങളിൽ അത്ര തീക്ഷണതയുള്ള ആളല്ലായിരുന്നു. അദ്ദേഹം അച്ഛന്മാരുമായ ഭർത്താക്കന്മാരുമായിട്ടൊക്കെ നല്ല മനുഷ്യനായിരുന്നു. പള്ളിയിൽ അവസരം കിട്ടുമ്പോൾ ചിലപ്പോൾ പോയിരുന്നു. ഒരു ശരാശരി ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച് പോയിക്കൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു. ഒരു ദിവസം അതിനിടെ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഒരു മാറാവ്യാധി, പക്ഷേ അതിൽ നിന്നും അദ്ദേഹം അത്ഭുതകരമായിട്ട് പ്രാപിക്കുകയാണ്. അപ്പോൾ കർത്താവ് അദ്ദേഹത്തിന് അവിടെ ഒരു കർത്താവിൻ്റെ കൃപ ലഭിച്ചുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം അദ്ദേഹം അത്രയും നാളും ആത്മീയ ജീവിതം നയിക്കാതിരുന്ന അദ്ദേഹം പിന്നീട് അദ്ദേഹം ചിന്തിച്ചു, എനിക്കൊരു മാറാവ്യാധി സംഭവിച്ചു, അതിൽ നിന്നും എനിക്ക് അത്ഭുതകരമായ ഒരു രക്ഷ പ്രാപിച്ചു. ഇപ്പോൾ കർത്താവ് എന്നോട് കൂടെയുണ്ടെന്നുള്ള ആ ഒരു ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കർത്താവിന്റെ വ്യക്തമായിട്ട് നല്ല ബന്ധം പുലർത്തുവാൻ അദ്ദേഹം പറഞ്ഞു, ഞാൻ പിന്നീട് കർത്താവുമായിട്ട് ബന്ധപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എൻ്റെ ജീവിതത്തിലെ ചൈതന്യം എന്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. മുമ്പോട്ട് എങ്ങനെ കർത്താവിനോട് കൂടെ ചേർന്ന് പോകണമെന്ന് അദ്ദേഹം തിരിച്ചറിയാനുണ്ടായിരുന്നു. നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, അദ്ദേഹം പറയുന്നത് നമ്മൾ പള്ളിയിൽ പോകുന്നത്, പക്ഷേ ആത്മീയമായ ഒരു ദൈവത്തിനുള്ള ബന്ധം നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. നമ്മൾ ആത്മീയമായ ക്രിസ്തുമായുള്ള ബന്ധം അറ്റുപോയാൽ ജീവിതത്തിൽ തനിമ നഷ്ടപ്പെടും, ജീവിതത്തിൽ അർത്ഥവും വ്യാപ്തിയും ഇല്ലാതെ നമുക്ക് മാമോദീസയിൽ നമ്മൾ ക്രിസ്ത്യാനികളാണ്, നമ്മൾ സഭയുടെ അംഗത്വമുള്ളവരാണ്, പക്ഷേ ഫലം ഇല്ല എന്നുള്ളത് നമുക്ക് ജീവിതത്തിൽ നിലനിർത്തുവാൻ സാധിക്കില്ല. ഇവിടെയാണ് കർത്താവ് നമ്മൾ പറഞ്ഞത്, അതൊക്കെയും ഛേദിച്ച് കളയണം, അതൊക്കെയും രൂപാന്തരപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിലെ കുറ്റങ്ങൾ എന്തെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുന്നതിനും നമ്മൾ തിരിച്ച് പറയണമെന്നാണ് രൂപാന്തരപ്പെട്ട് നമ്മൾ അടങ്ങി വരണം. നമുക്ക് ചിന്തിക്കുവാനുള്ള സമയമാണ്. നാം ഓരോരുത്തരും ക്രിസ്ത്യാനികളാണ്, നാം ഓരോരുത്തരും ദേവാലയങ്ങളിൽ പോകുന്നുണ്ട്, നമ്മൾ സംഭാവന കൊടുക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ആത്മീയമായ ജീവിതത്തിൽ നാം കർത്താവിനോട് കൂടെയാണോ നടക്കുന്നതെന്ന് നാം ചിന്തിക്കേണ്ട സമയമാണ്. നമുക്ക് കർത്താവിനോട് ചേർന്ന് ജീവിക്കാം. ആത്മീയമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി നമുക്ക് ആയിത്തീരുവാൻ, നമ്മുടെ ശിബിരങ്ങളിൽ ആത്മീയ ഫലം നമുക്ക് സാധിക്കാം. എങ്കിൽ നമ്മൾ അത് പുറപ്പെടുവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഛേദിച്ച് കളയപ്പെടുന്നു. നമുക്ക് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ശ്രമിക്കാം. പ്രിയമുള്ളവരെ, നാം ആകുന്ന ശിഖരങ്ങളിൽ എപ്രകാരം ഇരിക്കുന്നു എന്നത് ഒരു ആത്മ പരിശോധന നാം നടത്തേണ്ടിയിരിക്കുന്നു. നമുക്ക്
എൻ്റെ ഞാനാകുന്ന ശിഖരം ഛേദിച്ച് കളയപ്പെടേണ്ട അനുഭവത്തിലാണെങ്കിൽ അതിനെ മടങ്ങിക്കൊണ്ടുവരുവാൻ നമുക്ക് ചുമതലയുണ്ട്. നമുക്ക് ആ ചുമതല നിറവേറ്റുന്ന സമയമായിരിക്കും. നമുക്ക് നമ്മുടെ ആത്മാചിന്ത നടത്തുവാനുള്ള സമയമായിരിക്കും. മുന്തിരിവള്ളിയിൽ വസിക്കില്ലാതെ കൊമ്പുകൾക്ക് ഫലം കായ്പാൻ കഴിയുകയില്ല. കർത്താവിൽ വസിച്ചാൽ എന്താണ് ഗുണം? അധികം ഫലം കായ്ക്കേണ്ടതിന് നമ്മെ ചെത്തിക്കൊണ്ടിരിക്കും. നമ്മെ ഓരോരുത്തരെയും കർത്താവ് ചെത്തി വിലക്കിക്കൊണ്ടിരിക്കുകയാണ്. നാം ചെറിയ ചെറിയ നമുക്ക് മൃദുവായ വേദനകൾ നമുക്ക് ഉണ്ടായേക്കാം. അത് നമ്മെ ചെത്തി വിലക്കുകയാണ്. കർത്താവ് നമ്മെ ചെത്തി വിലക്കിയാൽ എന്താണ് സംഭവിക്കുന്നത്? പുതിയ മുളകൾ നമ്മളിൽ നിന്നും പൊട്ടി വരും. പുതിയ മുളകളിലൂടെ നമുക്ക് പുതിയ ഫലങ്ങൾ കായ്ക്കുവാൻ സാധിക്കും. പ്രൂണിങ് എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മുടെ ഗാർഡനിൽ നമ്മൾ ചെയ്യുന്ന കാര്യം പ്രൂണിങ്. നമ്മൾ പ്രൂൺ ചെയ്ത് നമ്മളെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. കർത്താവ് നമ്മളെ ഷേപ്പ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രൂണിങ് ഇസ് ഓൾവേസ് പെയിൻഫുൾ. പ്രൂണിങ് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻഫുൾ ഉണ്ടാകും, നമ്മൾ പെയിൻ ഉണ്ടാകും. പക്ഷേ അത് നമ്മുടെ നല്ലതിന് വേണ്ടിയാണ്, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവ് ചെത്തി വെടിപ്പാക്കുന്നത്. പക്ഷെ ഫലം കായ്ക്കാത്ത കൊമ്പുണ്ട്. നമ്മൾ ഫലം കായ്ക്കാത്ത കൊമ്പ് ആകുന്നതിനേക്കാൾ നല്ലതാണ്, അത് തീരിട്ട് ചുട്ട് കളയുന്നതിനേക്കാൾ നല്ലതാണ് നമ്മളെ പ്രൂൺ ചെയ്തെടുക്കുന്നത്. നമ്മളെ സ്വയമായി നമുക്ക് ചിന്തിക്കാം. കർത്താവ് നമ്മളെ ചെത്തി വെടിപ്പാക്കുമ്പോൾ നമുക്ക് പുതിയ ഫലങ്ങൾ കായ്ക്കുന്നവരായി തീരാൻ ശ്രമിക്കാം. നമ്മൾ ഇതുപോലെ കർത്താവ് നമ്മെ ഇങ്ങനെ പ്രൂൺ ചെയ്യും. It's a painful experience, but നാം ഫലം കായ്ക്കാൻ കഴിയും. എന്താണ് ഫലം? ആത്മാവിൻ്റെ ഫലം. ഗലാത്യർ 5:22-23 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായ ഒരു ന്യായപ്രമാണവുമില്ല. നമുക്ക് ചിന്തിക്കാം, ആത്മാവിൻ്റെ ഫലം നാം പുറപ്പെടുവിക്കുന്നുണ്ടോ? നാം നമ്മുടെ ചുറ്റുപാട് വന്ന് നോക്കും. നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ എത്രയോ പേർ പല ആവശ്യങ്ങളാൽ ഭാരപ്പെടുന്നുണ്ട്. നാം നമ്മുടെ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ? നമുക്ക് ചിന്തിക്കാവുന്ന സമയമായിരിക്കുന്നു. കർത്താവ് നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ ചിന്തിക്കാം, നമ്മുടെ ആത്മാവിൻ്റെ ഫലം നമ്മൾ പുറപ്പെടുവിക്കുന്നുണ്ടോ? നമ്മുടെ കർത്താവിനോട് ചേർന്ന് നമുക്ക് ജീവിക്കാം. ഒരു അബൈഡിംഗ് ജീസസ് എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. കർത്താവ് പറയുന്നു, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും, എന്നാൽ അധികം ഫലം താനേ നൽകുന്നു. കർത്താവിനെ കൂട്ടുപിടിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യവും അവനിൽ ആരംഭിക്കാം. ഏത് സന്ദർഭത്തിലും അവനെ കീഴടങ്ങി നമുക്ക് ജീവിക്കാം. ജീവിതത്തെ അവൻ ഭരിക്കാൻ അനുവദിക്കണം. ചില സന്ദർഭങ്ങളിലൊക്കെ കർത്താവ് നമ്മെ തന്നോടുപോലും സ്നേഹിക്കുമ്പോഴും നിങ്ങൾക്ക് മൃദുവായി വേദനിച്ചേക്കാം. പക്ഷേ അത് ഏറ്റവും നന്മയിലേക്കുള്ള യാത്രയാണ് നടക്കുന്നത്. ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, 6 ethics in life. നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട 6 ധാർമ്മിക അച്ചടക്കങ്ങൾ. Before you pray, believe. Before you speak, listen. Before you spend, earn. Before you write, think. Before you quit, try. Before you die, live. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വിശ്വസിക്കൂ. നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് മൗനമായിരുന്ന് ശ്രദ്ധിക്കൂ. പണം ചിലവാക്കുന്നതിന് മുമ്പ് സമ്പാദിക്കാൻ ശീലിക്കൂ. കുറെ എഴുതി കൂട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ ട്വീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടെ ശ്രമിക്കൂ. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അർത്ഥവത്തായിട്ട് ഒന്ന് ജീവിക്കൂ. ഈ ധാർമ്മിക അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ കാത്ത് സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവായുള്ള നമ്മുടെ ബന്ധം ശിക്ഷണ ബോധമുള്ള ബന്ധമായി ആണെന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഞാൻ ചെറിയ ഗാനം പാടി അവസാനിപ്പിക്കാം. നല്ല തിരഞ്ഞെടുക്കാൻ, നല്ലതായി ജീവിക്കുവാൻ, നല്ല നാഥൻ വിളിച്ചിടുമ്പോൾ നമ്മെ നാം കൊടുത്തിടുമ്പോൾ, നല്ല തിരഞ്ഞെടുക്കാൻ, നല്ലതായി ജീവിക്കുവാൻ, നല്ല നാഥൻ കൊടുത്തിടുമ്പോൾ നമ്മെ നാം കൊടു
അവസരങ്ങളെ തിരഞ്ഞെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിലെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ച് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ദൈവത്തോട് കൂടെ യാത്ര ചെയ്യാൻ ശ്രമിക്കാം. ദൈവം നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ. ആമേൻ.